ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ? എനിക്ക് അത്ഭുതം വരികയാണ്. എൻ്റെ കയ്യിരിക്കുന്ന പൈസ ആണ്, ഞാനിത് തുറന്നു വരെ നോക്കിയിട്ടില്ല, എന്നെ ഏൽപ്പിച്ചതുപോലെ ഞാൻ കൊണ്ടുവരികയാണ്. എനിക്ക് നിങ്ങളോട് പറയാനിട്ട് എനിക്ക് കഴിയുന്നില്ല, അത്ര സന്തോഷം. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് ആവണിമോളുടെ തറക്കല്ലിടലായിരുന്നല്ലോ വീടിൻ്റെ. ആവണിമോളുടെ അമ്മ ബിന്ദു ചേച്ചി, അവർക്ക് വീട് പണിയാൻ 30 ലക്ഷം രൂപ അവർക്ക് കിട്ടി. നമ്മളെല്ലാവരും കൂടെ സമാഹരിച്ചാണല്ലോ. ആ പൈസ എല്ലാം അവരെ കൈ കിട്ടി കഴിഞ്ഞപ്പോൾ, ഇന്ന് തറക്കല്ലിട്ട് കഴിഞ്ഞപ്പോൾ എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഈ പൊതി ഇങ്ങനെ ഏൽപ്പിക്കാൻ ഞാൻ കൈ ഇങ്ങനെ വലിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ ചോദിച്ചു എന്താണിത്? അത് കുറച്ച് പൈസ. ഞാൻ പറഞ്ഞു, ഈ പണി ഇല്ല, നിങ്ങളുടെ എന്തെങ്കിലും കമ്മീഷന് വേണ്ടിയോ മറ്റുള്ള എന്തെങ്കിലും ഉപകാരം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടുമില്ല. എനിക്ക് ജീവിക്കാനുള്ള വഴി, എനിക്ക് ജോലിയുണ്ട്, ശമ്പളമുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അവർ പറഞ്ഞൊരു മറുപടിയാണ്, ഇത്രയും നല്ല സ്ത്രീകളെ, ഇത്രയും നല്ല മനുഷ്യർ ഈ ലോകത്തുണ്ടെന്ന് ആലോചിച്ചപ്പോൾ വല്ലാത്ത സന്തോഷം വന്നു ഈ ബിന്ദു ചേച്ചി. കാരണം ഇത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ആകണം, അതിനുവേണ്ടി ഇതെടുത്ത് പറയുന്നത്. ഈ പൊതി എന്നെ ഏൽപ്പിച്ചിട്ട് ബിന്ദു ചേച്ചി പറഞ്ഞാൽ, ഇത് ഉസ്താന് തരില്ലോ, എന്തെങ്കിലും ഉപഹാരമാണെന്ന് വിചാരിക്കേണ്ട. ഈ പൈസ എന്ന് പറഞ്ഞാൽ നാളെ ഒരു അവസരത്തിൽ എൻ്റെ മോള് ഞാൻ ഉസ്താൻ്റെയൊക്കെ വന്നതുപോലെ ഏതെങ്കിലും ഒരു നിർധന കുടുംബത്തിൽപ്പെട്ട ഒരു നിവൃത്തിയില്ലാത്ത മനുഷ്യർ ഉസ്താൻ്റെ മുമ്പിൽ വന്നാൽ ഈ പൈസ വകയിപ്പിക്കണം. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, പല മനുഷ്യരും കിട്ടും തോറും ഇങ്ങോട്ട് പോരട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷേ ഇതങ്ങനല്ല. മറിച്ച് തനിക്ക് കിട്ടിയതിൽ നിന്ന് ഒരു വിഹിതം, ഞാൻ കടന്നുപോയ ജീവിത വഴിയുണ്ടല്ലോ, അതിലൂടെ സഞ്ചരിക്കുന്ന പ്രയാസത്തിൻ്റെ, പ്രതിസന്ധിയുടെ, നിത്യവേദനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആരെങ്കിലും ജീവിക്കാൻ മാർഗമില്ല നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ, ഉസ്താദ് ഇത് കൊടുത്തോണമെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ ഈ പൈസ ഏൽപ്പിച്ചു. അള്ളാഹുവിനെ സത്യം ഞാനങ്ങ് ഉരുകിപ്പോയി. എനിക്ക് വല്ലാത്ത, അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബിന്ദു ചേച്ചി, നിങ്ങളെ ഈ മനുഷ്യർ ഈ ലോകത്തോട് പരിചയപ്പെടുത്തലാണ് ഏറ്റവും വലിയ ഞാൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം. മനുഷ്യരെ നമ്മളിങ്ങനെയൊക്കെ ആകണം. എല്ലാവരും ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് വേണ്ടി അങ്ങനെ പിടിച്ചുകൂട്ടി വെക്കുന്നതിനപ്പുറം വിട്ടുകൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബിന്ദു ചേച്ചി നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നാളത്തെ ദിവസം തന്നെ നമ്മൾ പാലിക്കും. നമ്മുടെ ലിസ്റ്റിൽ വീടില്ലാത്ത ഒരാളുണ്ട്,